കല്യാണ പല്ലക്ക്. എടാ, അതും കൊണ്ട് ഇവിടെ സ്വപ്നം കണ്ട് നിൽക്കാനല്ല പറഞ്ഞത്. ആ കഥക് തട്ടി വിളിച്ച് അതാ രമ്യയുടെ കൈ കൊടുക്ക്. ഇനി അധികം സമയമില്ല. അറിയാലോ. ഉഷ ഉടുത്തിരുന്ന സാരിയൊക്കെ നേരെയാക്കിക്കൊണ്ട് അവിടേക്ക് വന്ന് പറഞ്ഞതും രാഹുൽ മുഖത്തെ വിഷമം മാറ്റിവെച്ചുകൊണ്ട് ഡോറി തട്ടി. തല മാത്രം പുറത്തേക്കിട്ടുകൊണ്ട് രമ്യ അവനെ നോക്കി. രാഹുലാണെന്ന് കണ്ടതും അവൾ പൂവിനു വേണ്ടി കൈനീട്ടി. ഒരു തൂക്കുപത്രം അവൻ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ആരാ ചേച്ചി? ഗംഗ അടഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. രാഹുല ഗംഗെ. ആ പേര് കേട്ടിട്ടു ഗംഗയിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല. രമ്യയ്ക്കും വല്ലാത്തൊരു വേദന തോന്നി. അവൾ ആ ചൂറ്റുപാത്രത്തിന്റെ അടപ്പ് തുറന്നതും മുല്ലപ്പൂവിന്റെ വാസന ആ മുറിയാകെ നിറഞ്ഞു. അടുക്കി വെച്ചിരുന്ന മുല്ലപ്പൂ മുഴുവനായും പുറത്തേക്ക് എടുത്തു വെച്ച് രമ്യ ശേഷം അതൊരു പ്രത്യേക നീളത്തിൽ അടുക്കിയെടുത്ത് ഗംഗയുടെ തലയിലേക്ക് കുത്തിവെച്ചു. ഗംഗെ, ഞാൻ നിനക്ക് വേണ്ടി ഗോൾഡ് കവറിങ്ങിന്റെ 2-3 വളകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. നീ അതൊക്കെ ഒന്നിട്ടേ, ഇല്ലെങ്കിൽ ആളുകൾ എന്തു വിചാരിക്കും. രമ്യ അതും പറഞ്ഞുകൊണ്ട് മേശവലിപ്പ് തുറന്ന് അതിൽ നിന്നും റോൾഡ് ഗോൾഡിന്റെ 3-4 വളകളും എന്നിട്ട് മാലയും എടുത്ത് ഗംഗയെ അണിയിച്ചു. ഗംഗയുടെ മുഖത്ത് നിർജീവമായ ഒരു ചിരി വിടർന്നു. തന്റെ ഈ അവസ്ഥയോർത്ത് അവൾക്ക് വല്ലാത്ത പുച്ഛം തോന്നുന്നുണ്ട്. ഒപ്പം ജീവിതത്തിൽ ഒരിക്കലും തിരുത്താൻ കഴിയാത്ത ഒരു വലിയ തെറ്റാണ് താൻ ചെയ്തതെന്ന പൂർണ്ണ ബോധ്യവും. വളരെ വൈകിയെത്തിയ തിരിച്ചറിവാണ്. പക്ഷെ ഇനി അതുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോവുകയല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടാനായി മറ്റു വഴികളൊന്നും ഗംഗയുടെ മുൻപിലില്ലായിരുന്നു. ഒരു നെടുവീർപ്പോടെ കണ്ണുകൾ ഇറുക്കിയടച്ച് അവളുടെ കണ്ണിൽ നിന്നും വീണ്ടും 2 തുള്ളി പുറത്തേക്ക് ചാടി. രമ്യ കാണാതെ തന്നെ സാരി തലപ്പ് കൊണ്ട് ഗംഗ ആ കണ്ണീരൊപ്പി. അപ്പോഴേക്കും രമ്യ ഒരു വെള്ളക്കല്ലിന്റെ പൊട്ടും കൂടി ഗംഗയുടെ നെറ്റിയിലേക്ക് ഒട്ടിച്ചു കൊടുത്തിരുന്നു. കണ്ണാടി നോക്കിക്കേ ഗംഗെ, രമ്യ പറയുന്നതോടൊപ്പം തന്നെ ചെറിയൊരു ചതുര കണ്ണാടി ഗംഗയുടെ കയ്യിലേക്ക് കൊടുത്തു. അത് വാങ്ങി മുഖം മൊത്തത്തിലൊന്ന് നോക്കി ഗംഗ. കരഞ്ഞതിന്റെ നേർത്ത അവശേഷിപ്പുകളുണ്ട് ആ മുഖത്ത്. മൂക്കിന്റെ തുമ്പും കവിളണകളുമെല്ലാം ചുവന്നിരിക്കുന്നു. പക്ഷെ വല്ലാത്തൊരു ഭംഗിയുണ്ട്. ഗംഗ രമ്യയെ നോക്കി ഒന്ന് ചിരിച്ചു. താങ്ക്സ് ചേച്ചി. ചേച്ചി ഇതുവരെ റെഡിയായില്ലല്ലോ, വേഗം റെഡി ആയിക്കോ. അതും പറഞ്ഞുകൊണ്ട് ഗംഗ മുറിവിട്ട് പുറത്തേക്കിരുന്നു. സുശീലയും ശാന്തയും അയലത്തുള്ള 3-4 പെണ്ണുങ്ങളുമൊക്കെ ഒട്ടൊരു അത്ഭുതത്തോടെയാണ് ഗംഗയെ നോക്കിക്കണ്ടത്. പൂവൊക്കെ വെച്ച് സാരിയൊക്കെ ഉടുത്ത് ഒരു കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങി നിൽക്കുന്നവളെ കാണാൻ പ്രത്യേക ചന്തം ഉണ്ടായിരുന്നു. അതേ സമയം തന്നെയായിരുന്നു ഒരു വെള്ള ഷർട്ടും ഗോൾഡൻ കസവിന്റെ മുണ്ടുകൊടുത്ത് മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന രാഹുലും അവളെ കണ്ടത്. അവന്റെ മിഴികളും ഒന്ന് തിളങ്ങി. ഉഷയോടെന്തോ സംസാരിച്ചുകൊണ്ട് നിന്ന ഗംഗ അത് കണ്ടില്ലെന്ന് മാത്രം. ഉഷേ, ഇപ്പൊ തന്നെ സമയം 9:30 ഇനി വൈകിക്കാതെ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയാലോ? 9:45 രാഹുകാലം തുടങ്ങും. അമ്മാവനാണ് പറയുന്നത്. അപ്പോഴേക്കും തന്നെ രമ്യ ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് വന്നു. പിന്നെ എല്ലാവരും കൂടി നേരെ ക്ഷേത്രത്തിലേക്ക്. എല്ലാവർക്കും ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി 2-3 ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓട്ടോക്കാര് പുറത്ത് വെയിറ്റ് ചെയ്യുവാണ്. ഗംഗെ, നീ എങ്കിലേ രാഹുലിന്റെ ഒപ്പം ബൈക്കിൽ വാ. പെട്ടെന്ന് രമ്യ പറഞ്ഞതു ഗംഗയുടെ മുഖത്ത് വല്ലാത്തൊരു വെപ്രാളം. അന്നീ വീട്ടുമുറ്റത്ത് രാഹുലിനൊപ്പം വന്നിറങ്ങിയതിനു ശേഷം ഒരിക്കലും അവനെപ്പോലെ യാത്രയൊന്നും ഉണ്ടായില്ല. അതേ സമയം തന്നെയായിരുന്നു ഒരു വെള്ള ഷർട്ടും ഗോൾഡൻ കസവിന്റെ മുണ്ടുകൊടുത്ത് മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന രാഹുലും അവളെ കണ്ടത്. അവന്റെ മിഴികളും ഒന്ന് തിളങ്ങി. ഉഷയോട് എന്തോ സംസാരിച്ചുകൊണ്ടെന്ന ഗംഗ അത് കണ്ടില്ലെന്ന് മാത്രം. ഉഷേ, സമയം ഇപ്പൊ തന്നെ 9:30 ഇനിയും വൈകിക്കാതെ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയാലോ? 9:45 രാഹുകാലം തുടങ്ങും. അമ്മാവനാണ് പറയുന്നത്. അപ്പോഴേക്കും തന്നെ രമ്യയും ഡ്രസ് മാറി പുറത്തേക്ക് ഇറങ്ങി വന്നു. പിന്നെ എല്ലാവരും കൂടി നേരെ ക്ഷേത്രത്തിലേക്ക്. എല്ലാവർക്കും ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി 2-3 ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോക്കാര് പുറത്ത് വെയിറ്റ് ചെയ്യുവാണ്. ഗംഗെ, നീ എങ്കിൽ രാഹുലിന്റെ ഒപ്പം ബൈക്കിൽ വാ. പെട്ടെന്ന് രമ്യ പറഞ്ഞത് ഗംഗയുടെ മുഖത്ത് വല്ലാത്ത വെപ്രാളം. അന്ന് ഈ വീട്ടുമുറ്റത്ത് രാഹുലിനൊപ്പം വന്നിറങ്ങിയതിനു ശേഷം ഒരിക്കലും അവനോടൊപ്പം ഒരു യാത്രയൊന്നും ഉണ്ടായിട്ടില്ല. അവളുടെ നെഞ്ച് പടപടാന്ന് മിടിച്ചു. അതേ മോളെ, നീ രാഹുലിന്റെ ഒപ്പം വാ. അതോ സാരി എടുത്ത് ബൈക്ക് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? ഉഷ ചോദിച്ചപ്പോൾ എന്തു പറയണമെന്നറിയാതെ നിന്ന് ഗംഗ. രാഹുൽ ഗംഗയുടെ മറുപടി അറിയാൻ അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. താൻ രാഹുലിനൊപ്പം ചെന്നാൽ അവനത് ഇഷ്ടപ്പെടുമോ എന്നാണ് ഗംഗ ചിന്തിച്ചതെങ്കിൽ അതേസമയം രാഹുൽ ചിന്തിച്ചത് ഗംഗയ്ക്ക് തനിക്കൊപ്പം വരാൻ താല്പര്യമില്ലായിരിക്കുമെന്നാണ്. ശരീരം കൊണ്ട് പലതവണ ഒന്നായി തീർന്നവരാണെങ്കിൽ പോലും മനസ്സുകൊണ്ട് അവർ ഇപ്പോഴും 2 ധ്രുവങ്ങളിലായിരുന്നു. കുഴപ്പമില്ലമ്മേ, ഞാൻ ഓട്ടോയിൽ വന്നോളാം.
ഗംഗയുടെ ആ മറുപടി രാഹുലിനെയും ചെറുതായി ഒന്ന് നിരാശപ്പെടുത്തി. അവൾ തനിക്കൊപ്പം വരുമെന്ന് അവനൊരു നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ അതാണിപ്പോ അസ്തമിച്ചിരിക്കുന്നത്. ഇരുവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിയ രമ്യയ്ക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ഇരുവരും തമ്മിൽ ഇപ്പോഴും പരസ്പരം പഴയ പോലെ പ്രണയിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ അവരെ തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും ഇവരെ വീണ്ടും ഒന്നിപ്പിക്കണം. രമ്യ മനസ്സിലോർത്തു. ഗംഗയ്ക്ക് ഓട്ടോയിൽ വരാനാ താല്പര്യമെങ്കിൽ അവൾ നമുക്കൊപ്പം വരട്ടമ്മേ. ഇനി ഒരു സംസാരത്തിന് ഇട കൊടുക്കാതെ രമ്യ പറഞ്ഞു. രാഹുൽ ബൈക്ക് എടുത്ത് അപ്പോഴേക്കും മുന്നോട്ട് പോയിരുന്നു. അവന്റെ ആ പോക്ക് നോക്കിക്കൊണ്ട് ഓട്ടോയിലേക്ക് കയറിയവളുടെ കണ്ണ് വീണ്ടും നിറഞ്ഞു. കൺകോണി നിറഞ്ഞ തുള്ളിയെ താഴേക്ക് ഒഴുകാൻ സമ്മതിക്കാതെ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു ഗംഗ. അവരുടെ ഓട്ടോ ക്ഷേത്രമുറ്റത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ തന്നെ കണ്ടു അവിടെ ഇവിടെയായി കൂടി നിൽക്കുന്ന ആളുകളെ. ഒരുപാട് പേരൊന്നുമില്ല, വിരലിൽ എണ്ണാവുന്നത്ര ആൾക്കാർ. 10-30 പേര്. കല്യാണം നടത്താനായിട്ടുള്ള രസീത് എഴുതിച്ച് ഉഷ അപ്പോഴേക്കും അവിടേക്ക് വന്നു. രസീത് നടക്കിലേക്ക് വെച്ചവർ ദേവീ വിഗ്രഹത്തിന് മുമ്പിൽ കൈതൊഴുത് പ്രാർത്ഥിച്ചു. ഗംഗയും കൈതൊഴുത് നിൽക്കുന്നുണ്ട്. മനസ്സവിടെയൊന്നുമല്ല. ഇടയ്ക്കെപ്പോഴോ ഗംഗയുടെയും രാഹുലിന്റെയും മിഴികൾ തമ്മിൽ ഇടഞ്ഞു. അധിക നേരം അവനെ നോക്കാനാവാതെ മുഖം മാറ്റിക്കളഞ്ഞു ഗംഗ. അപ്പോഴേക്കും തിരുമേനി ഒരു താലത്തിൽ പൂജിക്കാൻ കൊടുത്ത താലിയും 2 തുളസിമാലയുമായി അവിടേക്ക് വന്നിരുന്നു. ഇരുവർക്കും ചന്ദനം കൊടുത്തു. പരസ്പരം അണിയിക്കാൻ പറഞ്ഞു. തൊടുവിരൽ തുമ്പിനാൽ രാഹുലിന്റെ നെറ്റിയിലേക്ക് ചന്ദനക്കുറി വരച്ചപ്പോൾ ഗംഗയുടെ വിരലുകൾ അറിയാതെ വിറച്ചുപോയി. രാഹുലിന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. പിന്നീട് ചടങ്ങുകളൊക്കെ പെട്ടെന്നായിരുന്നു. ദേവീ വിഗ്രഹത്തിനെ സാക്ഷിയാക്കി തിരുമേനി കയ്യിലേക്ക് എടുത്തുകൊടുത്ത മഞ്ഞച്ചരടിൽ കോർത്ത താലി രാഹുൽ ഗംഗയുടെ കഴുത്തിലേക്ക് കെട്ടി. രമ്യ പിന്നിൽ നിന്ന് അവളുടെ മുടിയും പൂവ് ഉയർത്തിക്കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് തന്റെ കഴുത്തിൽ പതിയുന്ന രാഹുലിന്റെ വിരൽത്തുമ്പ്, അതിൽ നിന്നും പടരുന്ന നേരിയ തണുപ്പ്. ഗംഗ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. യാന്ത്രികമായി അവൾ കൈതൊഴുതു പോയിരുന്നു. കണ്ണുകൾ ഇറുക്കിയടിച്ചു നിൽക്കുന്നവളുടെ മൂക്കും തുമ്പും ചെറുതായി വിറയ്ക്കുന്നുണ്ട്. അവൾക്കുള്ളിലൂടെ ഇപ്പോഴെന്തൊക്കെ ചിന്തകളാകും കടന്നു പോകുന്നതെന്ന് രാഹുലിന് മനസ്സിലായി. അവന്റെ താലിയുടെ 3ാമത്തെ കെട്ടും ആ കഴുത്തിൽ മുറുകിയതും രാഹുൽ മെല്ലെ കൈ പിൻവലിച്ചു. പിന്നെ 1 പവനോളം വരുന്ന മാല അവളുടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തു. തിരുമേനി പറഞ്ഞത് പ്രകാരം തട്ടിൽ നിന്ന് അല്പം സിന്ദൂരം എടുത്ത് ഗംഗയുടെ സീമന്തരേഖ ചുവപ്പിച്ചു. മൂത്തമ്മാവനാണ് കന്യാദാനം ചെയ്തു കൊടുത്തത്. ഇരുവരും കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് ചുറ്റും 3-4 പ്രാവശ്യം വലം വെച്ചു. പിന്നെ വീണ്ടും ദേവീ നടക്കിൽ വന്ന് പ്രാർത്ഥിച്ചു നിന്നു. ഗംഗയ്ക്ക് മനസ്സ് മുഴുവനും ശൂന്യമായി പോയതുപോലെ ഒരു തോന്നലാണ്. ആരൊക്കെയോ പറയുന്നതിനൊപ്പം എന്തൊക്കെയോ പ്രവർത്തിച്ചെന്നല്ലാതെ അവൾ ഈ ലോകത്തെയല്ല എന്നതുപോലാണ് നിൽപ്പ്. വന്നവരെല്ലാരും പെണ്ണിന്റെ ഭംഗിയെക്കുറിച്ച് പറയുന്നത്. എന്നാലും രാഹുലിന് ഇത്രയും നല്ലൊരു പെങ്കൊച്ചിനെ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ ആലോചിക്കുന്നേ. വകയിലൊരു വല്യമ്മ കൂടി നിന്നവരോടത് പറയുമ്പോ അവരും അത് ശരിവെച്ചു. അതേ, ഇപ്പോഴത്തെ ഈ പിള്ളേര് വീഡിയോ ഒക്കെ ഇടുന്ന ഒരു ഇതുണ്ടല്ലോ ഫോണില്, അതിന്ന് എങ്ങാണ്ട് കണ്ടിഷ്ടപ്പെട്ട് വന്നതാ. ശാന്ത ചെറിയമ്മ അറിയാവുന്ന വിവരങ്ങളെല്ലാം അങ്ങോട്ട് പകർന്നു കൊടുക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം. കാള കളിച്ച് നടന്നവന് വരെ പെണ്ണ് കിട്ടി. ആളുകൾക്കിടയിൽ നിന്നും പിന്നെയും മുറുമുറുപ്പുയർന്നു. അമ്പലത്തിനോട് ചേർന്നുള്ള സദ്യാലയത്തിൽ തന്നെ 30 പേർക്കുള്ള സദ്യ പറഞ്ഞു. ഉഷ എല്ലാരെയും പറഞ്ഞ് അവിടേക്ക് വിടുന്നുണ്ട്. രമ്യ ഗംഗയുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ തന്നെ അവൾക്ക് ഒപ്പം തന്നെയുണ്ട്. ഒരു നിമിഷം പോലും അവളെ തനിച്ചൊന്നു വിടാതെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചും ഗംഗയെ പരമാവധി സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് രമ്യ. ഗംഗയ്ക്ക് അത് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ആ സമയം ഗംഗയ്ക്ക് രമ്യയോട് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നിപ്പോയി. താൻ ഈ വീട്ടിൽ വന്ന നിമിഷം മുതൽ തന്നെ ചേർത്ത് പിടിച്ചിട്ടേയുള്ള രമ്യ. പലപ്പോഴും പലരുടെയും മുമ്പിൽ നിന്ന് തന്നെ രക്ഷിച്ചിട്ടുള്ളതും രമ്യയാണ്. അന്ന് ആദ്യമായി ഒരുപാട് നന്ദിയോടെ ഗംഗ രമ്യയെ നോക്കി. ഗംഗെ, നിങ്ങൾ രണ്ടാളും അകത്തേക്ക് ചെന്ന് ഭക്ഷണം കഴിക്കും. ഉഷ അവരെ പറഞ്ഞ് സദ്യാലയത്തിലേക്ക് വിട്ടു. അവരകത്തേക്ക് നടക്കുമ്പോഴേ കണ്ടിരുന്നു പിന്നാലെ അവർക്കൊപ്പം നടന്നു വരുന്ന രാഹുലിനെ. ഉഷ പറഞ്ഞു വിട്ടതാകോ അവനെ, ഗംഗയെ ഓർത്തു. അപ്പോഴാണ് സുമേഷ് അവിടേക്ക് വന്നത്. എടാ, ഒരു ഫോട്ടോ എടുക്കണ്ടേ? സുമേഷ് രാഹുലിനോട് ചോദിച്ചു. രാഹുൽ രമ്യയ്ക്ക് അടുത്തേക്ക് ചെന്ന് കാര്യം പറഞ്ഞു. ഗംഗെ, നിങ്ങൾ ഒന്നിച്ചുള്ള ഫോട്ടോയൊന്നും എടുത്തില്ലല്ലോ. അത് രാഹുലിന്റെ കൂട്ടുകാരനാണ്. സുമേഷിനെ ചൂണ്ടിക്കൊണ്ട് രമ്യ പറഞ്ഞതും ഗംഗയുടെ മുഖം കൂർത്തുപോയി. പക്ഷേ നീ വിചാരിക്കുന്നത് പോലെ ആളത്ര കുഴപ്പക്കാരനൊന്നുമല്ല. നീ ഒന്ന് ചെന്ന് രാഹുലിന്റെ അടുത്ത് നിൽക്ക്.
വിവാഹമായിട്ടൊരു ഫോട്ടോ എങ്കിലും വേണ്ടേ? പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊന്ന് കാണാന്. രമ്യ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞപ്പോ ഒന്ന് മൂളിക്കൊണ്ട് ഗംഗ രാഹുലിന്റെ അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് തന്നെ സുമേഷ് കുറച്ച് ഫോട്ടോസ് എടുത്തു. ചെറിയൊരു പുഞ്ചിരിയുണ്ട് ഗംഗയുടെ മുഖത്ത്. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം മനസ്സിലാവുന്ന ഒരു ചിരി. ആ പിള്ളേരെ, നിങ്ങൾ ഇതുവരെ കഴിക്കാൻ പോയില്ലേ? ഉഷ വീണ്ടും അവിടേക്ക് വന്നതോടെ അവരെല്ലാവരും സത്യാലയത്തിലേക്ക് നടന്നു. രാഹുലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗംഗ ആഹാരം കഴിക്കാനിരുന്നത്. അവൾക്കരികിൽ രമ്യയും. കുറേയേറെ നാളുകൾക്ക് ശേഷമാണ് ചോറിനൊപ്പം ഇത്രയും കറികൾ ഒരുമിച്ച് കാണുന്നത്. എന്തുകൊണ്ടോ ഗംഗയ്ക്കതൊന്നും രുചിച്ചുപോലും നോക്കാൻ തോന്നിയില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു അവൾക്ക്. ഒടുക്കം രമ്യ എന്തൊക്കെയോ പറഞ്ഞ് നിർബന്ധിച്ച് അവളെ ആഹാരം കഴിപ്പിക്കുന്നുണ്ട്. ഗംഗ എന്തൊക്കെയോ ഇത്തിരി കഴിച്ചെന്ന് വരുത്തി തീർത്തുകൊണ്ട് എഴുന്നേറ്റു. പായസമൊന്നും കഴിക്കാനായി നിന്നില്ല അവൾ. ഗംഗയുടെ ആ പെരുമാറ്റം രാഹുലിനെയും വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ കയറാൻ സമയമൊക്കെ ഉണ്ടായിരുന്നു. 2:30 ഗൃഹപ്രവേശത്തിന് ദിവാകരൻ കണിയാൻ കുറിച്ചു കൊടുത്ത നേരം. ഗംഗ ആ വീട്ടിൽ തന്നെ ആയിരുന്നെങ്കിൽ പോലും കല്യാണം വരെ ചടങ്ങ് പ്രകാരം നടന്നുകൊണ്ട് ഗൃഹപ്രവേശം കൂടി നടക്കട്ടെ എന്നായി തീരുമാനം. അവരെല്ലാരും ഇപ്പോഴും ക്ഷേത്രമുറ്റത്ത് തന്നെ നിന്നു. ഗംഗെ, നീ രാഹുലിനൊപ്പം ബൈക്ക് വരാമോ? വേണ്ട ചേച്ചി, അത് ശരിയാവില്ല. ഗംഗ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അതെന്താ ശരിയാവാത്തത്? നിങ്ങൾ ഭാര്യയും ഭർത്താവുമല്ലേ, നിങ്ങൾ ഒരുമിച്ചു വാ. മാത്രമല്ല, ഓട്ടോയിൽ ഇനി സ്ഥലമില്ല. ബസ്സിലൊക്കെ വന്ന ചില ബന്ധുക്കൾക്ക് വീട്ടിലേക്ക് വരണമെന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ഒരുമിച്ചു വാ. സത്യം പറഞ്ഞാൽ ഗംഗയും രാഹുലിനെയും ഒരുമിച്ച് വരാൻ വേണ്ടി രമ്യ മനഃപൂർവ്വം പറഞ്ഞതായിരുന്നത്. ഒടുക്കം മനസ്സില്ലാ മനസ്സോടെ ഗംഗ സമ്മതം മൂളി. രമ്യ ഇതേ കാര്യം മുമ്പ് രാഹുലിനോടും പറഞ്ഞിരുന്നതിനാൽ തന്നെ അവൻ മെല്ലെ ഗംഗയുടെ അടുത്തേക്ക് വന്നു. പോകാം, രാഹുൽ അരികിലേക്ക് വന്ന് ചോദിച്ചത് ഗംഗ ഒരു മൂളലോടെ അവന്റെ പിന്നാലെ നടന്നു. വിവാഹം കഴിഞ്ഞ് കഴുത്തിൽ അണിയിച്ച തുളസിമാലയിൽ ഗംഗയുടെ വിരലുകൾ ഞെരിഞ്ഞമർന്നു. അവൾ ബൈക്കിലേക്ക് കയറിയതും അവൻ ആ മാലയ്ക്ക് വേണ്ടി കൈനീട്ടി. അവളത് കൊടുത്തു. അവനത് ബൈക്കിന്റെ ഫ്രണ്ടിലേക്ക് വെച്ചു. ഇരുന്നോ, ബൈക്ക് എടുക്കട്ടെ? രാഹുൽ മെല്ലെ ചോദിച്ചു. അതിനു മറുപടി ഒരു മൂളൽ മാത്രമായിരുന്നു ഗംഗയുടെ ഭാഗത്തുനിന്ന്. മുമ്പെപ്പോഴും അവന്റെ കൂടെ ബൈക്കിൽ പോകുമ്പോ പരസ്പരം ഒട്ടിച്ചേർന്ന് ഇറുക്കി പുണർന്നിരിക്കുന്ന രണ്ടുപേർക്കിടയിൽ ആർക്കും തിരിച്ചറിയാനാവാത്ത വലിയൊരു മതിലുണ്ടായിരുന്നു. ഇന്നിപ്പോ ഗംഗ ബൈക്കിന്റെ പിന്നിലെ കമ്പിയിൽ പിടിച്ചിരുന്നതേയുള്ളൂ. സാരി ഉടുത്തുകൊണ്ട് ബൈക്കിലിരിക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ പതിയാണ് രാഹുൽ വണ്ടി ഓടിക്കുന്നത്. അവരുടെ ബൈക്ക് വീട്ടുമുറ്റത്ത് എത്തുമ്പോഴേക്കും ഉഷയും രമ്യയും വിളക്കും ആരതിയും ഒക്കെയായി നിൽപ്പുണ്ട്. ഉഷ കൊടുത്ത നിലവിളക്ക് കയ്യിലേക്ക് വാങ്ങി വലതുകാൽ വെച്ച് ഗംഗ അകത്തേക്ക് കയറി. ഹാളിന്റെ മൂലയ്ക്ക് കിടന്ന ചെറിയ ടീപ്പോയിലേക്ക് ഗംഗ കൊണ്ടുവന്ന് വിളക്ക് വെച്ചു. ചടങ്ങ് പ്രകാരം വധുവിനും വരനും പാലും പഴവും കൊടുത്തു. ഉഷി അത് കൊടുക്കുമ്പോൾ കൂടി നിന്ന ചില ബന്ധുക്കളൊക്കെ എന്തൊക്കെയോ അടക്കം പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. തങ്ങൾ ഇരുവരും മുൻപേ വിവാഹം കഴിയുകയും കുറച്ചുനാൾ ഒന്നിച്ച് ജീവിക്കുകയും ചെയ്തതാണ്. അവരുടെ ആ ചിരിക്ക് പിന്നിലെ കാരണം ഗംഗയ്ക്ക് മനസ്സിലായതും അവൾക്കും വല്ലാത്തൊരു നാണക്കേട് തോന്നി. ഗംഗയുടെ തല താഴ്ന്നു. ഉഷയ്ക്ക് കാര്യം മനസ്സിലായി. ഗംഗെ, ഇനി പ്രത്യേകിച്ച് ചടങ്ങൊന്നുമില്ല. നീ അകത്തേക്ക് പോയി ഈ വസ്ത്രമൊക്കെ മാറ്. ചെല്ല്. അവർക്കിടയിൽ നിന്ന് ഒരു തരത്തിൽ ഗംഗയെ രക്ഷിക്കുകയായിരുന്നു ഉഷ. നന്ദിയോടെ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ഗംഗ രാഹുലിന്റെ മുറിയിലേക്ക് കയറി. വാതിൽ ചാരി ബെഡിലിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം വീട്ടിലെ ആളും ബഹളവും ഒക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ രാഹുൽ മുറിയിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച വിവാഹ വസ്ത്രത്തിൽ തന്നെ കട്ടിൽപ്പടി ചാരിയിരുന്ന് കാലിലേക്ക് മുഖം പൂഴ്ത്തിയിരിക്കുന്ന ഗംഗയാണ്. രാഹുലിന്റെ നെറ്റിയിൽ വരകൾ വീണു. ചൂണ്ടൂര് ഉപയോഗിച്ച് നെറ്റിയൊന്ന് പോറിക്കൊണ്ട് ഗംഗയ്ക്കരികിലേക്ക് ചെന്നിരുന്നവൻ പിന്നെ മെല്ലെ അവളെ വിളിച്ചു. ഗംഗെ. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് തരാൻ മറക്കല്ലേ. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ.